കഴിഞ്ഞ അരമണിക്കൂറിനകത്ത് ഒരിക്കലെങ്കിലും മൊബൈൽ നോക്കിയിട്ടില്ലാത്ത ആരും ഇവിടെ ഉണ്ടോ? കഥയുടെ ആദ്യത്തെ സക്സസ്ഫുൾ എലിമെൻ്റ് എന്ന് പറയുന്നത് യു ടു രജിസ്റ്റർ യുവർ ഇമോഷൻസ്. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടേഷൻ ആവുള്ളൂ. കഥയാവണമെന്നുണ്ടെങ്കിൽ യു ടു രജിസ്റ്റർ യുവർ ഇമോഷൻസ് ഫസ്റ്റ്. 6 വർഷം ജേർണലിസ്റ്റ് ആയിരുന്നു. അതിനു മുമ്പൊരു 3 വർഷം ബിസിനസ് ചെയ്തിരുന്നു. അതിനു മുമ്പ് ഒരു 12 വർഷം ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. ഇത് മൂന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് യൂട്യൂബിലേക്ക് ഇറങ്ങാതിരുന്നാൽ നമുക്ക് കൈകൊള്ളും. ഫേസ്ബുക്ക് ഒരു കച്ചവടമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അവിടെ എന്താണ് പ്രൊഡക്റ്റ്? 2 മാനനഷ്ട കേസുകൾ എനിക്കെതിരെ വന്നിട്ടുണ്ട്. ഒന്ന് അംബാനിയുടെ വകയായിരുന്നു, ഒന്ന് നിത്യാനന്ദയുടെ വകയായിരുന്നു. നിങ്ങൾ എത്ര പേര് വല്ലാത്തൊരു കഥ എന്ന പരിപാടി കണ്ടിട്ടുണ്ട്? ഹോം ഗ്രൗണ്ടാണ്, അപ്പോൾ അത്ര സമാധാനമുണ്ട്. അപ്പോൾ ഒരു ടോപ്പിക് എന്നതിലേക്ക് പറഞ്ഞിട്ടുള്ളത് ഫ്രം ക്യാമ്പ് ഫയർ ടു ക്യാമറ എന്നാണ്. ആ ക്യാമ്പ് ഫയർ എന്താണെന്ന് ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്? നമ്മളിപ്പോൾ ഒരു അഡീഷണൽ മൈക്കോട് ഉണ്ടായിരുന്നു, ഒന്ന് ഓഡിയൻസിൻ്റെ അടുത്ത് കൊടുക്കാമോ? നമുക്ക് വീണ്ടും പറഞ്ഞൊക്കെ പോവാം. ഞാൻ ആദ്യമേ ഒരു ജാമ്യം എടുക്കുകയാണ്. ഞാനൊരു പ്രഭാഷകനോ പ്രാസംഗികനോ ഒന്നുമല്ല. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇതേ ജാമ്യം തന്നെ ഞാൻ എടുത്തത്. ആവർത്തനം വിരസത തോന്നിയാൽ ക്ഷമിക്കുക. 1 വർഷം കൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്ന ബേസിക് ഐഡിയ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ ഒരു സാഹചര്യം ആലോചിക്കുക. അപ്പം നമുക്കിപ്പം ഇപ്പം നിങ്ങളോട് ചോദിക്കുമ്പോൾ കഴിഞ്ഞ അരമണിക്കൂറിനകത്ത് ഒരിക്കലെങ്കിലും മൊബൈൽ നോക്കിയിട്ടില്ലാത്ത ആരും ഇവിടെ ഉണ്ടോ? ആരുമില്ല. എല്ലാവരും അരമണിക്കൂറിനകത്ത് ഒരിക്കലെങ്കിലും മൊബൈൽ നോക്കിയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? അപ്പോൾ എന്തിനാണ് മൊബൈൽ നോക്കിയതെന്ന് ചോദിച്ചാൽ, നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ആരെങ്കിലും പോയിട്ടുണ്ടാവും അല്ലേ? അവിടെ നിങ്ങൾ എന്തിനാണ് പോയത്? അവിടെ എന്തോ ഒരു കഥ നിങ്ങൾ കണ്ടു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അടുത്ത കഥയിലോട്ട് പോയി അങ്ങനെ കുറേ നേരം ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ വെറുതെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നു. എന്നാൽ പിന്നെ കുറച്ച് പ്രസംഗം കേൾക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നു അല്ലേ? നമുക്ക് ചുറ്റും കഥകളാണ് അല്ലേ? എല്ലായിടത്തും കഥകളാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഈ കഥ പറയുന്നൊരു സംസ്കാരം എന്നു മുതൽക്കാണ് ഉണ്ടായി വന്നത് എന്നുള്ളതാണ്. കഥ സ്വാഭാവികമായിട്ടും ഭാഷയില്ലാതെ കഥ പറയാൻ പറ്റില്ല. അപ്പം ഹരാരി പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബൗദ്ധിക വിപ്ലവം അല്ലെങ്കിൽ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടായ ഒരു 70,000 കൊല്ലത്ത് ഭാഷ വന്ന തൊട്ടാണല്ലോ കഥകൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞ കഥകൾ എപ്പോഴും എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു പഴയ കാലത്തെ മനുഷ്യർ, അന്ന് TV ഇല്ല, ഫോണില്ല, ഗുഹയിലാണ് താമസം, 1 or 2 ഒക്കെ ഇണകളുണ്ടാവും, രാവിലെ പുരുഷന്മാർ വേട്ടയാടാൻ പോയിട്ടുണ്ടാവും, സ്ത്രീകൾ വീട്ടിലിരിക്കുന്നുണ്ടാവും. അന്ന് അങ്ങനെ ആയിരുന്നു. കുട്ടികളെ നോക്കാൻ ഒരാൾ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ മുന്നത്തെ ആഴ്ച സ്നേഹം എന്ന് പറഞ്ഞ എപ്പിസോഡ് ചെയ്തു. അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ സ്നേഹിക്കാൻ പഠിച്ചത് എന്നുള്ളത്. അപ്പോൾ എന്ത് കഥയായിരിക്കും അന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ഈ ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് ഈ ഗുഹയ്ക്ക് മുന്നിൽ രാത്രി ആയി കഴിഞ്ഞാൽ രാത്രി ഇരുട്ടത്ത് വെളിയിലിരുന്ന വല്ല കടുവയും പിടിച്ച് തിന്നും. അല്ലെങ്കിൽ അപ്പോൾ ഈ തീ കണ്ടാൽ ചിലപ്പോൾ വരാതിരുന്നാലും വെച്ചാൽ തീ കൂട്ടിയിട്ട് തണുപ്പുമായിരുന്നല്ലോ അന്ന്. ഈ തണുപ്പത്ത് തീ കൂട്ടിയിട്ട് വേറൊരു പർപ്പസ് കൂടി ഉണ്ട്. ഈ തീയിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖം കുറച്ച് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അയാളുടെ മുഖത്ത് കഥ പറയുമ്പോഴുണ്ടാകും. അപ്പോൾ എന്ത് കഥയാണ് പറയുന്നതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇയാൾ മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവുക ഒരു കഥ അന്നത്തെ എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. നമുക്ക് 2 തരത്തിൽ കഥ പറയാം. ഒരാൾ ഈ പറഞ്ഞ പുരുഷൻ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് തടാകത്തിലേക്ക് പോയി. ഒരു കുടവും കൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ പാത്രം പോയി അവിടെ എത്തിയപ്പോൾ ഒരു കടുവ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇയാളിത് കണ്ടിട്ട് ഞെട്ടി. കുടം അവിടെ ഇട്ടിട്ട് തിരിച്ചു വന്നു. അന്നിപ്പോൾ രാത്രി ആയപ്പോഴേക്കും തിരിച്ചെത്തി. അപ്പം വീട്ടിൽ അവിടെ ഉള്ളവരുടെ കഥ പറയണമല്ലോ. എന്തായിരിക്കും പറയുന്നുണ്ടാവുക? നമുക്ക് 2 തരത്തിൽ കഥ പറയാം. ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു കടുവ ഉണ്ടായിരുന്നു. ഞാനതിനെ കണ്ടപ്പോൾ പേടിച്ചു, ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. കഥ കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ റിപ്പോർട്ടാഷ് എന്ന് വിളിക്കുന്നത്. അതായത് പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ഒരു പട്ടാപ്പകൽ കൊലപാതകം നടന്നു, ഒരാൾ മരിച്ചു. അല്ല, ഒരു വാഹനാപകടം നടന്നു, ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിലെത്തി, കഴിഞ്ഞു. ഇതാണ് റിപ്പോർട്ടാഷ് എന്ന് പറയുന്ന സംഗതി. അവിടെ നിന്ന് നമ്മൾ കഥകൾ പറഞ്ഞാണ് ഇവിടെ വരെ എത്തിയത്. ഇതേ സംഗതി ഒരു കഥയായാൽ എങ്ങനെയായിരിക്കും? ഇതേ സംഗതി വെള്ളം പിടിക്കാൻ പോയി,
കഥ പറയാം. സ്ത്രീ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ചങ്ങാതിക്ക് എന്തുവേണേ പറയാമല്ലോ. അപ്പം ഞാനിങ്ങനെ കാട്ടിന് നടുക്കുള്ള കുളത്തിലേക്ക് ഇങ്ങനെ പോവുമായിരുന്നു, വെള്ളം പിടിക്കാൻ പോവുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ വെള്ളം മൊത്തം എന്തോ വല്ലാത്തൊരു പ്രത്യേകത, വെള്ളം മൊത്തം ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ ഈ കുടം കൊണ്ട് ചെന്ന് ഇങ്ങനെ വെള്ളത്തിൽ മുക്കാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്നൊരു കരിയിലയുടെ ശബ്ദം. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി, ആരുമില്ല. അപ്പം ഞാൻ വീണ്ടും വെള്ളം മുക്കാൻ നോക്കി, അപ്പോൾ വീണ്ടും കരിയില അനങ്ങുന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി, അവിടെ ആരുമില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഞാനിന്ന് മുക്കിയപ്പോഴുണ്ട് ബാക്കിൽ നിന്നൊരു കാല് വെക്കുന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു കടുവയുടെ കൈ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. നല്ല മൂർച്ചയുള്ള നഖങ്ങളാണുള്ളത്. ഞാൻ വീണ്ടും നോക്കുമ്പോൾ ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ തല എങ്ങനെ വരുന്നു. അപ്പോൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. ഞാൻ പേടിച്ചിങ്ങനെ നിൽക്കുന്നു. അതൊരൊറ്റ അലർച്ച. ഞാൻ ഒറ്റയടിക്ക് അവിടെ പാത്രം ഇട്ടിട്ട് ഞാൻ നേരെ ഓടി. എന്നെ പിടിച്ച് തിന്നേണ്ടതായിരുന്നു. ഭാഗ്യം, എന്തോ ഭാഗ്യത്തിന് ഞാൻ ഈ കഥ പറയാൻ വേണ്ടി ഇവിടെ വരെ വന്നു, നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതിലെന്താണ് അഡീഷണലി ആഡ് ചെയ്തത്? ആദ്യം പറഞ്ഞതിൽ എന്താണുള്ളത്, രണ്ടാമത് പറഞ്ഞതിൽ എന്താണ് അഡീഷണൽ ആയിട്ടുള്ളത്? അതാണ് കഥയാക്കുന്ന എലിമെൻ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തേൽ എന്താണ് നടന്നത് എന്ന് വ്യക്തമാക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി, എന്നെ കടുവ പിടിക്കാൻ വന്നു, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വീട്ടിലെത്തി. സംഭവ വിവരണമാണ്. രണ്ടാമത്തേൽ പറഞ്ഞത് എന്താ? ഇമോഷൻസ് ആഡ് ചെയ്തു. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വാഭാവികത തോന്നി. ഞാനിങ്ങനെ വെള്ളം, എൻ്റെ തോന്നലുകളെ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അവിടെയാണ് കഥയുടെ ആദ്യത്തെ സക്സസ്ഫുൾ എലിമെൻ്റ് എന്ന് പറയുന്നത്. യു ടു രജിസ്റ്റർ യുവർ ഇമോഷൻസ്. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടേഷൻ ആവുള്ളൂ. കഥയാവണമെന്നുണ്ടെങ്കിൽ യു ടു രജിസ്റ്റർ യുവർ ഇമോഷൻസ് ഫസ്റ്റ്. ഓരോ ടേൺ അറൗണ്ട് ഓഫ് ദി ഇവൻറ്റ്സിലും നമുക്ക് ആ കഥ നടക്കുന്ന അതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള ആളുകളുടെ ഇമോഷൻസ് രജിസ്റ്റർ ചെയ്യണം. രണ്ട്, ഈ രണ്ടാമത് പറഞ്ഞ കഥയിൽ ഒരുപാട് വിശദാംശങ്ങളുണ്ട് അല്ലേ? ഞാനവിടെ ചെന്നപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ഇത് അറ്റൻഷൻ ടു ഡീറ്റെയിലാണ് ഒരു കഥയാക്കുന്ന രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം. പിന്നെ മൂന്നാമതൊരു കാര്യമുള്ളത്, ആളുകൾക്ക് എപ്പോഴും കഥയുടെ സബ് ടെക്സ്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊരു കഥ പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മോറൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു കാര്യം കൂടെ കിട്ടുകയാണെങ്കിൽ, അതായത് പ്രത്യക്ഷത്തിലുള്ള കഥ ഒന്നായിരിക്കും, പരോക്ഷത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വേറെതായിരിക്കും. ഇപ്പോൾ പണ്ട് മുതലുള്ള ക്ലാസിക് കഥയാണ് ആമയും മുയലും പന്തയം വെച്ച കഥ. ആമ വരുന്നു, മുയൽ വരുന്നു. അപ്പോൾ ആമ ആദ്യം വിളിച്ചപ്പോൾ ആമ വരുന്നില്ല, കാരണം ഞാൻ ഓടിയാൽ ഞാൻ ജയിക്കില്ല എന്ന് ആമയ്ക്ക് അറിയാം. പക്ഷേ എന്തായാലും വിളിച്ചുകൊണ്ട് പോകുന്നു. മുയൽ വെടി പൊട്ടിക്കുന്നു, ഓടുന്നു. അപ്പോൾ മുയൽ കംപ്ലേസൻ്റ് ആയിട്ട് കുറേ കഴിയുമ്പോൾ എവിടെയോ പോയിട്ട് ഇരിക്കുന്നു. ആമ പതുക്കെ പോകുന്നു. ഇത് ആമയും മുയലും മത്സരം നടത്തിയിട്ട് ആമ ജയിച്ചു എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി നടത്തിയ കഥയല്ലല്ലോ. നിങ്ങൾ സ്ഥിരോത്സാഹിയാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് ഒരേ ഇതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്തുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ കഥയാണല്ലോ. അപ്പോൾ അത് ഒരു സബ് ടെക്സ്റ്റാണ് ഒരു കഥയുടെ. അപ്പോൾ കഥയിൽ സബ് ടെക്സ്റ്റ് കൊണ്ടുവരാൻ പറ്റിയാൽ അതും ആക്ച്വലി കഥയെ എപ്പോഴും ഒരു ഫോക്ക് ലെജൻഡ് അല്ലെങ്കിൽ ഒരു ലോക്കൽ ലെജൻഡാക്കി മാറ്റും. അങ്ങനത്തെ ഒരുപാട് ലെജൻഡ് കഥകൾ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അപ്പോൾ അന്ന് മുതൽക്കേ കഥകൾ, നിങ്ങളെല്ലാവരും കഥ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കൂടുതൽ? സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന്, ചെറിയ കുട്ടികളൊക്കെ കേൾക്കാത്തവരുണ്ടാവും. കാരണം ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്കൊന്നും കഥ പറയാൻ നേരമില്ല. സ്കൂൾ യൂണിഫോം ഇട്ട് വന്ന കുട്ടി സ്കൂൾ യൂണിഫോമാണോ കോളേജ് യൂണിഫോമാണോ? സ്കൂളല്ലേ. വീട്ടിൽ കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പോൾ എന്ത് കഥയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? കുടുങ്ങി. എന്തെങ്കിലുമൊക്കെ എന്ത് കഥയാണ് സിമ്പിളായിട്ടുള്ളൊരു കഥ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ എന്താ സ്റ്റൈലെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. എന്താണ് കഥ? ഇപ്പോഴും ആമയും മുയലിന്റെ കഥ വെച്ച് തന്നെ ഓട്ടിക്കുകയാണ്. പുതിയ കഥയൊന്നുമില്ല. കുറുക്കൻ മറ്റേ നീലത്തിൽ പോയി മുങ്ങിയല്ലേ, അതാണോ? അപ്പോൾ പഴയ കഥകൾക്ക് എപ്പോഴും ഓട്ടമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ നേരത്ത് ഇങ്ങനത്തെ കഥകളൊന്നും യേശുവില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് പരിചയമുള്ള കഥാപരിസരങ്ങളിലുള്ള കഥകൾ പറയണമെന്നുള്ള ഇപ്പോഴത്തെ കഥ പറച്ചിൽ ചാലഞ്ചിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഒരു കഥ വ്യത്യസ്തമാവുന്നത്. അപ്പം ഞാൻ വേറെ ഒരു ഉദാഹരണം കൂടെ, സിമ്പിളായിട്ടൊരു ഉദാഹരണം കൂടെ പറയാം. ഇന്ദിരാഗാന്ധിയുടെ വധം. നിങ്ങൾ എത്ര പേര് ആ കഥ എൻ്റെ പരിപാടിയിൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. അതിൻ്റെ കഥ വെറും ഒരു റിപ്പോർട്ടാഷായിട്ട് പറയുകയാണെങ്കിൽ 1980 PSC പഠിക്കുന്ന എത്ര ആളുടെ ഇവിടെ പഠിച്ചിട്ടുള്ള ജോലി 84 മരിച്ച് കൊല്ലപ്പെട്ടതെന്നാ പറ
എല്ലാവരും ജോലി ഞാൻ ഇപ്പോൾ തിരിച്ചു വാങ്ങിക്കും. ഒക്ടോബർ 31 തീയതി രാവിലെ പ്രഭാത നടത്തത്തിന് പോയ ഇന്ദിരാഗാന്ധിയെ സ്വന്തം അംഗരക്ഷകരായിരുന്ന 2 സിഖുകാർ വെടിവെച്ച് കൊന്നു അല്ലേ? അന്ന് വൈകുന്നേരം തന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തു. കഥ കഴിഞ്ഞോ? കഥ കഴിഞ്ഞു. പക്ഷേ ഇതിനെങ്ങനെയാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ പേരെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്താണ്? നമ്പർ 10 ജൻപഥ്. ആ നമ്പർ 1 ജൻപഥിലെ അവിടെ ആ വീട്ടിൽ നിന്നും ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുന്നൊരു വഴിയുണ്ട്, ഒരു നടപ്പാതയുണ്ട്. ആ നടപ്പാതയുടെ അറ്റത്തായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട്. വിക്കറ്റ് ഗേറ്റ് എന്താണെന്നറിയോ? അങ്ങനെ കറങ്ങുന്ന ഗേറ്റ്. അപ്പോൾ അവിടെ ഈ ദിവസം 2 സെക്യൂരിറ്റിമാർ പോസ്റ്റഡാണ്. ഒരാളുടെ പേരെന്താണ്, മറ്റേ പേരെന്താണ്. ഇവർ 2 പേരുടെയും കുറച്ച് പശ്ചാത്തല വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അത് എപ്പിസോഡിനകത്തുണ്ട്, എനിക്ക് കൃത്യമായിട്ട് മനപ്പാടം ഓർമ്മയില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം നമ്മൾ ആദ്യം വിശദീകരിക്കും ഇന്ദിരാഗാന്ധി എവിടെയാണ് നടക്കുന്നത്, മുന്നിലാരാ നടക്കുന്നത്, പിന്നിലാരാ നടക്കുന്നത്, ഇന്ദിരാഗാന്ധി അന്നത്തെ മാനസികാവസ്ഥ എന്താണ്. അങ്ങനെ വന്ന് കുറച്ച് ദൂരെ എത്തിയപ്പോഴേക്കും ഇന്ദിരാഗാന്ധി സലാം പറയും. അങ്ങനെ ഗുഡ് മോർണിംഗ് എന്തോ പറയും. അതിൻ്റെ മറുപടിയായി ആ തോക്കുധാരി കൊടുക്കുന്നത് അയാളുടെ തോക്കിൽ നിന്നുള്ളൊരു വെടിയുണ്ടയാണ്. വീണ്ടും 2 പേരും കൂടെ വെടിയുണ്ട 30ഓളം വെടിയുണ്ടകൾ അവരുടെ മേത്ത് കൊള്ളും. അത് പക്ഷേ ആ സലാം പറഞ്ഞതിനുള്ള മടക്കായിരുന്നില്ല. അത് അവരുടെ മതത്തിൽപ്പെട്ട ഇത്രയധികം ആളുകളെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ അവർക്ക് അപമാനമുണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു സിഖുകാരൻ എന്ന നിലയ്ക്കുള്ള പ്രതികാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം എന്ത് സംഭവിച്ചത് നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അവിടെയാണ് ഒരു സ്റ്റോറി ബിൽഡിംഗ് ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഒരുപാട് ടെക്നിക്സ് നമുക്ക്, ഒരു ആൻറ്റിസിപ്പേഷൻ, ആളുകൾക്ക് ഉദ്യോഗമുണ്ടാക്കുക, പിന്നെ കഥ പറയുന്നതിനുള്ള നോൺ ലീനിയർ സങ്കേതങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളൊരു കഥയിലേക്കാണ്. അതായത് ക്യാമ്പ് ഫയറിന് മുന്നിൽ കഥ പറയുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമായിരുന്നു, തത്സമയം കേൾക്കുകയാണ് ആൾക്കാർ. പക്ഷേ ഇപ്പോൾ നമ്മൾ കഥ പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ക്യാമറയ്ക്ക് വേണ്ടിയാണ് കഥ പറയുന്നത്, ക്യാമറയോടാണ് കഥ പറയുന്നത്. അത് കേൾക്കുന്ന ആളുകൾ അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് കേൾക്കുന്നത് എന്നതുപോലും ആ പറച്ചിലിൻ്റെ ഫലസിദ്ധിയെ തീരുമാനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമുക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ കഥകൾ പോകുന്നുണ്ട്? നമുക്ക് യൂട്യൂബിൽ പ്രധാനമായിട്ട് പോകുന്നുണ്ട്, ഫേസ്ബുക്കിൽ പോകുന്നുണ്ട്, കുറച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചില്ലറ പീസിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണ് ഞാനിപ്പോൾ നടത്തുന്നത്. ഞാനൊരു 6 വർഷം ജേർണലിസ്റ്റ് ആയിരുന്നു. അതിനു മുമ്പൊരു 3 വർഷം ബിസിനസ് ചെയ്തിരുന്നു. അതിനു മുമ്പൊരു 12 വർഷം ഞാൻ എൻജിനീയർ ആയിരുന്നു. അങ്ങനൊരു പല കഥകളിലൂടെ കടന്നു വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ജേർണലിസം കഴിഞ്ഞ് ഇപ്പോൾ സ്വതന്ത്രമായിട്ടൊരു യൂട്യൂബ് ചാനൽ നടത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. അവിടെ പലതരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് യൂട്യൂബാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലിയാണ്, അവിടെ സ്ഥിര വരുമാനമുള്ളൊരു ജോലിയാണ്. എൻ്റെ കൂടെയുള്ള 2 പേർക്കും അവിടെയും സ്ഥിര വരുമാനമുള്ള ജോലികളാണ്. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഒരു പുതിയ മാധ്യമത്തിലേക്ക് കടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാനുള്ള സാധ്യതകളുള്ളതുകൊണ്ടാണ്. അപ്പം ഡിജിറ്റൽ മീഡിയയ്ക്ക് വേണ്ടി സ്റ്റോറി പറയുമ്പോൾ എന്തുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടല്ലാതെ ഇതിലോട്ട് കടന്നു വന്നാൽ പലതരത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾ TV-യിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ആങ്കറാണെന്ന് വിചാരിക്കുക, വളരെ പ്രസിദ്ധനായിട്ട് ആങ്കറാണ്. നിങ്ങളുടെ പ്രോഗ്രാം വൈകുന്നേരം 8 മണിക്ക് 7 മണിക്ക് ചർച്ച വന്നിട്ട് ആ സമയത്ത് നാട്ടിലുള്ള എല്ലാവരും കൂടെ വന്നിട്ട് ആ പരിപാടിയുടെ ചോട്ടിലിരിക്കും, നല്ല TRP ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ ഇതേ ആൾ തന്നെ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളൊരു സ്റ്റോറി ഇട്ട് നോക്ക്, ചിലപ്പോൾ ഒരു കുഞ്ഞു പോലും ഇത് കണ്ടോളണമെന്നില്ല. പലപ്പോഴും ഞാൻ പലരും കാണുമ്പോൾ ആലോചിക്കാറുണ്ട്, ഒരാൾ വീഡിയോ ഇട്ടിട്ട് അടുത്ത ദിവസത്തേക്ക് 25 വ്യൂ. ആ വീട്ടിലെ 4-10 പേര് കണ്ടാൽ തന്നെ അതിൽ കൂടുതൽ വ്യൂ വരണം നമ്മൾ ആലോചിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വേറൊരു സ്പേസ് തന്നെയാണ് എന്ന ബോധ്യം പലർക്കും ഇല്ല. അതിൻ്റെ നിയമങ്ങൾ വേറെയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് വിജയകരമായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്നും സൈക്കോളജി എന്താണെന്നും കൃത്യമായിട്ട് അറിയണം. യൂട്യൂബ് ഒരു സാമൂഹിക മാധ്യമമാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിനെ പറ്റി എന്താ നമ്മൾ വിചാരിക്കുന്നത്? യൂട്യൂബ് എന്താണ്?
നിങ്ങളുടെ അഭിപ്രായം എന്താ? മൈക്കാരുടെ അടുത്താ. യൂട്യൂബ് എന്താണ്? എന്താ യൂട്യൂബ്? കുട്ടിക്ക് പറയാം. വീഡിയോ പ്ലാറ്റ്ഫോം. വീഡിയോ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ വീഡിയോസ് അവിടെ എന്താ നടക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം പറ. ന്യൂസ് റിപ്പോർട്ട്സ് വരാറുണ്ട്. അവിടെ ബേസിക്കലി നമ്മൾ പ്രഥമ ദൃഷ്ടിയ പറയുന്നത് എന്താണ്? വ്ലോഗ്. ആരൊക്കെയോ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇത് കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു, അത് പങ്കുവെക്കുന്നു അല്ലേ? ഒരു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നൊരു സൈറ്റാണ് യൂട്യൂബ് എന്നാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2-3 നിയോഗങ്ങൾ വേറെയുമുണ്ട്. യൂട്യൂബ് വീഡിയോകളുടെ ഒരു ഗൂഗിളിലാണ്. യൂട്യൂബിൽ ആളുകൾ വന്നിട്ട് വീഡിയോസ് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ വീഡിയോയും ആൾക്കാരെ കാണുന്നത് സെർച്ച് ചെയ്തിട്ടാണെന്നാണോ? നിങ്ങൾ ഈ അടുത്ത ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടോ? അല്ല. അവിടെയാണ് അതിൻ്റെ അടുത്ത സ്ഥാനം വരാൻ പോകുന്നത്. ഒന്ന്, യൂട്യൂബ് വീഡിയോകളുടെ ഒരു ഗൂഗിളാണ്. 2, അതൊരു സോഷ്യൽ മീഡിയ ആണ്. അതായത് അവിടെ ഒരുപാട് സംവാദങ്ങൾ, ചർച്ചകൾ, കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ഓരോ വീഡിയോയ്ക്കും ചോട്ടിൽ ഒരു വലിയ യൂണിവേഴ്സ് തന്നെ ഉണ്ട് ആക്ച്വലി. അവിടെ വെച്ച് കണ്ടുമുട്ടി പ്രണയത്തിലായി കല്യാണം കഴിച്ച് കുട്ടികളായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ആക്ച്വലി. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ മീഡിയ സ്പേസാണ്, അത് മനസ്സിലാക്കാൻ പറ്റണം. മൂന്നാമത്തേത്, അതൊരു കച്ചവട സ്ഥലമാണ്. ഇറ്റ്സ് എ മാർക്കറ്റ് പ്ലേസ് ഓൾസോ. ഇത് മൂന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് യൂട്യൂബിലേക്ക് ഇറങ്ങാതിരുന്നാൽ നമുക്ക് കൈകൊള്ളും. യൂട്യൂബ് നമ്മൾ വിചാരിക്കും സമയം എത്ര മണിക്ക്, അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വിചാരിക്കും ടി വി കാണുന്നവരുടെ വിചാരം എന്താ? വൈകുന്നേരം 7 മണിക്ക് നല്ല പരിപാടി ഉണ്ട്, എല്ലാവരും 7 മണിക്ക് ടി വി ഓണാക്കും, എല്ലാവരും 7 മണിക്ക് യൂട്യൂബ് ഓണാക്കും, ഇല്ലല്ലോ. അപ്പോൾ യൂട്യൂബിൻ്റെ സൈക്കോളജി കൃത്യമായിട്ട് മനസ്സിലാക്കി യൂട്യൂബിൽ ആളുകൾക്ക് ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ നമ്മൾ പറഞ്ഞേക്കാം. ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാൻ കുറവാണ്, കുറച്ച് സമയം ആൾക്കാർ ഫോക്കസ്. എൻ്റെ പരിപാടി 1 മണിക്കൂറും 3/4 മണിക്കൂറും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ തീരുമാനിക്കുന്നതാണ് മാർക്കറ്റിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അല്ലാതെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് പിന്നാലെ പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. നിങ്ങളിപ്പം ഇന്നൊരു കുറ്റാന്വേഷണത്തിൻ്റെ സംഗതി ഇട്ടു, കുറ്റാന്വേഷണത്തിന് ആൾക്കാരെല്ലാം കണ്ടു, ഞാൻ നാളെയും കുറ്റാന്വേഷണത്തിൻ്റെ വീഡിയോ ഇട്ടു, മറ്റന്നാൾ വിട്ട് കഴിഞ്ഞാൽ ഇവൻ കുറ്റാന്വേഷണത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും. ഞങ്ങളതുകൊണ്ടാണ് പരമാവധി പല വിഷയങ്ങളിൽ നിന്ന് ചിലതൊരു വ്യൂ കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയെ പറ്റിയുള്ള ധാരണ എന്താ? ഇപ്പം മാർക്ക് സക്കർബർഗ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന മാധ്യമം കൊണ്ടുവന്നു, ഒരു സോഷ്യൽ മീഡിയ കൊണ്ടുവന്നു. ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ, നമ്മുടെ വിവരങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ, നമ്മൾ എന്നിട്ട് എനിക്കൊരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ, ആ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യാൻ, ഇതിലുള്ള അവസരങ്ങളൊക്കെ തരാൻ ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എത്രയും കോടിക്കണക്കിന് ഡോളർ ചിലവിട്ടിട്ട് നമുക്കിത് ചെയ്ത് തന്നിട്ട് അയാൾക്കെന്താ കാര്യം? വാട്ട് ഈസ് ഹി ഗെറ്റിംഗ് ഫ്രം ഇറ്റ്? അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ ആ ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലായാലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. സത്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഏതൊരു കച്ചവടത്തിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലേ? ഫേസ്ബുക്ക് ഒരു കച്ചവടമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അവിടെ എന്താണ് പ്രൊഡക്റ്റ്? അഡ്വർടൈസ്മെൻറ്റ്. പ്രൊഡക്റ്റ് എന്താ? പ്രൊഡക്റ്റ് ഡാറ്റ അല്ല. നമ്മളിപ്പോൾ പ്രഥമ ദൃഷ്ടിയ പറയുകയാണെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളാണല്ലോ സാധാരണ പ്രൊഡക്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, അവിടെ വരുന്ന വീഡിയോസ്, അവിടെ വരുന്ന ഫോട്ടോസ്, അവിടെ വരുന്ന പോസ്റ്റുകൾ, ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് എന്നുള്ളതായിരിക്കും നമുക്ക് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നാവുന്ന ഒരു ധാരണ. അല്ല, അവിടെയാണ് നമ്മൾ 1-2 സോഷ്യൽ മീഡിയ സൈക്കോളജി തിയറികൾ പരിചയപ്പെടേണ്ടതുള്ളത്. ആക്ച്വലി ഇവിടുത്തെ യഥാർത്ഥ ഇപ്പം ഹെർബർട്ട് സൈമണിൻ്റെ ഒരു തിയറി തന്നെയുണ്ട്. അതായത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയും. അതായത് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് വീഡിയോ അല്ല, പോസ്റ്റല്ല, നമ്മുടെ അറ്റൻഷനാണ്, നമ്മുടെ ശ്രദ്ധ. ഇപ്പം നിങ്ങളൊരു പോസ്റ്റ് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ 10,000-കണക്കിന് പോസ്റ്റുകൾ കാണുന്നില്ല എന്നാണ് അല്ലേ? അപ്പോൾ നിങ്ങളെ ആ ഒരു പോസ്റ്റ് കാണാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അത് നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തു, അത് നിങ്ങൾ അറ്റൻഷൻ ഡിമാൻഡ് ചെയ്തെടുത്തു. അതിന് ഒരു കഴിവുണ്ട് അവിടെ. അപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യും, നിങ്ങളത് ഷെയർ ചെയ്യും, നിങ്ങളതിൽ കമൻ്റ് അടിക്കും, നിങ്ങളതുമായിട്ട് എൻഗേജ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുക എന്നുള്ളിടത്താണ് പ്രൊഡക്റ്റ് സെല്ലിങ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരിക്കലും എൻ്റെ അറ്റൻഷൻ കിട്ടിയിട്ട് ഇപ്പോൾ എന്താ കാര്യം? ഞാനൊരു പോസ്റ്റ് ലൈക്ക് ചെയ്താൽ ആൾക്കാർ, പക്ഷേ ഞാനൊരാൾ മാത്രമല്ല ലൈക്ക് ചെയ്യുന്നത്, ഈ ലോകത്തുള്ള എല്ലാവരും ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് ഒരു ഷോഷന സുബോൾഫിൻ്റെ ഒരു തിയറി ഉണ്ട്. അതായത് എന്താണ് സർവൈലൻസ് ക്യാപിറ്റലിസം എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് പറയുന്നത്
ഈ എക്സസീവായിട്ടുള്ള ബിഹേവിയറൽ എക്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പോയിട്ട് ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ഇത് ഒരു ഐസൊലേറ്റഡ് ഇവൻ്റായിട്ട് കാണരുത്. ഇതുപോലെ 1,000 ആളുകൾ ചെയ്യുമ്പോൾ ഇതെല്ലാം വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റിയ പ്രോസസ്സറുകൾ ഇന്ന് കാലത്തുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വെതർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആപ്പ് ഉപയോഗിക്കാൻ പോകണം. വെതർ പ്രഡിക്ഷൻ ആപ്പ് ഉപയോഗിക്കാൻ പോകണം. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെതർ അന്വേഷിച്ച് നോക്കിയും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, ലൊക്കേഷൻ കൂടെ ആക്ടിവേറ്റ് ചെയ്താലേ എനിക്ക് വെതർ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ ശരി കുഴപ്പമില്ല, ലൊക്കേഷൻ അല്ലേ, എൻ്റെ ലൊക്കേഷൻ അറിഞ്ഞിട്ട് അവർക്ക് എന്താ ലൊക്കേഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. അവൻ വെതർ പറഞ്ഞു തന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നിടത്തുള്ള വെതറൊക്കെ പറഞ്ഞു തരും. ഇവിടെ നടക്കുന്ന വേറൊരു കാര്യമുണ്ട് നമ്മൾ അറിയാത്ത. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് മാക്ഡൊണാൾഡ്സ് പോയി, ലുലു മോളിൽ പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈബ്രറി പോയി, നമ്മൾ മറ്റേ പാർത്താസിൽ പോയി. ഈ കംപ്ലീറ്റ് ഡാറ്റയും കൂടിയാണ് അവൻ എടുത്തുകൊണ്ട് പോകുന്നത്. അവന് ഇത് മാത്രം നിരീക്ഷിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ ഒരു പർച്ചേസിങ് പ്രയോറിറ്റി എന്താണ്. നിങ്ങളെന്താ ചെയ്യുന്നത്? വെതർ അന്വേഷിക്കുകയാണ്. ഈ ആപ്പ് പാരലായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റൺ ചെയ്തുകൊണ്ടിരുന്നിട്ട് നിങ്ങളെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എവിടെയൊക്കെ പോകണമെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് എല്ലാം ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ അറ്റൻഷനിലൂടെയാണ്. നിങ്ങൾ ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അവന് ലൊക്കേഷൻ കൊടുത്തത്. നിങ്ങളൊരാൾ കൊടുക്കും പോലെ നാട്ടിലുള്ള എല്ലാവരും കൂടെ കൊടുത്തുള്ള അവസ്ഥ എന്താ? ഈ നാട്ടിലുള്ള എല്ലാവരുടെയും മാർക്കറ്റ് ബിഹേവിയർ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ ബിഹേവിയർ അറിഞ്ഞിട്ട് എന്തിനാ? ഫ്യൂച്ചർ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ബിഹേവിയറിനെ കണ്ടീഷൻ ചെയ്യാൻ പറ്റും. നാളെ നിങ്ങളെ എന്തു വാങ്ങിക്കണം, നിങ്ങളിപ്പോൾ ഇന്ന് ഇന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇന്നൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഫേസ്ബുക്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അതേ പ്രൊഡക്റ്റിൻ്റെ വേറൊരു പ്രൊഡക്റ്റിൻ്റെ പരസ്യം വരും. കാരണം നിങ്ങൾക്ക് ഈ സംഗതിയിൽ മ്യൂസിക്കിൽ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് വയലിൻ പഠിക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ കീബോർഡിൻ്റെയും വയലിൻ്റെയൊക്കെ പരസ്യം, സെല്ല് ചെയ്യുന്ന പരസ്യം നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ നിങ്ങൾ ഇവർക്കിതെങ്ങനെ മനസ്സിലായി എനിക്കിത് വേണമെന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വളരെ കാഷ്വലായിട്ട് പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും സാധനത്തിൻ്റെ മുകളിൽ കിട്ടിയ മെറ്റാ ഡാറ്റ വെച്ചിട്ടാണ് ഇവരിതിനെ ട്രെയിൻ ചെയ്ത്. അപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും ഞാൻ ഓഫീസിൽ പകൽ മുഴുവൻ പണിയെടുത്തു, വൈകുന്നേരം വന്ന് വീട്ടിൽ വന്നിട്ട് ഒന്ന് സ്വൈര്യമായിട്ട് ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യട്ടെ, ഫേസ്ബുക്ക് നോക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാനല്ല, ഫേസ്ബുക്ക് നോക്കുമ്പോൾ റിലാക്സ് ചെയ്യാനല്ല ചെയ്യുന്നത്, അവന് വേണ്ടി അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അൺപെയ്ഡ് ലേബറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ അവൻ്റെ ചാറ്റ് ബോട്ടുകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ട ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഇതില്ലേ മറ്റേ ക്യാപ്ച, ഇതെന്താണ്? ഇത് അവരെ ട്രെയിൻ ചെയ്യുന്ന പരിപാടിയാണ്. ഇതെല്ലാം അവൻ്റെ ട്രെയിനിങ് ഡാറ്റയാണ് ആക്ച്വലി. അപ്പം നമ്മൾ അൺനോയിങ്ലി ചെയ്യുന്നത് നമ്മുടെ അറ്റൻഷൻ അവർ കൊടുക്കുകയാണ്. അതിന് ഫേസ്ബുക്ക് എങ്ങനെയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള രസകരമായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. സ്കിന്നേഴ്സ് ക്ലാസിക് ബോക്സ് എന്ന് പറയുന്ന തിയറിയാണ്. അതായത് ഒരു പെട്ടി, ഒരു ഗ്ലാസ് ബോക്സിൻ്റെ അകത്ത് ഒരു എലിയെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എലി ഇരിക്കുന്ന ഗ്ലാസ് ബോക്സിൻ്റെ അകത്ത് ഒരു ലിവർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എലി ഇതിനടുത്തൊക്കെ ഓടി നടക്കുന്നു, അറിയാതെ പോയിട്ട് ആ ലിവറിന് മേലെ ഒന്ന് തട്ടുന്നു. അപ്പോൾ ഒരു തേങ്ങാപ്പൂള് താഴെ അതിനകത്തോട്ട് വീഴുന്നു. അപ്പോൾ ഇത് തിന്നുന്നു, വീണ്ടും കളിക്കുന്നു. രണ്ടാമതൊരു പ്രാവശ്യം കൂടെ അറിയാതെ പോയി തട്ടിയിട്ട് തേങ്ങാപ്പൂള് വീഴുമ്പോൾ എലിക്ക് മനസ്സിലാവും ഇതുമ്പോൾ തട്ടിയാൽ തേങ്ങാപ്പൂള് വീഴുമെന്ന്. അപ്പോൾ ഈ എലി പോയിട്ട് വീണ്ടും തട്ടും, അപ്പോൾ വീണ്ടും തേങ്ങാപ്പൂള് വന്ന് വീഴും, വീണ്ടും കഴിക്കും. അപ്പം അതായത് നമ്മൾ തട്ടുക എന്ന ആക്ഷന് തേങ്ങാപ്പൂളെന്ന റിവാർഡ് കിട്ടുമ്പോൾ ആ ആക്ഷൻ ചെയ്യാൻ നമുക്ക് പ്രേരണ കൂടി വരും. എന്താണ് അതേ സമയത്ത് സപ്പോസ് ഇപ്പോൾ ഞാൻ വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം തട്ടിപ്പ് വന്നു, 2 പ്രാവശ്യം തട്ടിപ്പ് വന്നു, 3ാമത്തെ പ്രാവശ്യം തട്ടിപ്പ് വന്നില്ല, 4ാമത്തെ പ്രാവശ്യം തട്ടിപ്പും വന്നില്ല, 5ാമത്തെ പ്രാവശ്യം തട്ടിപ്പ് വന്നു, പിന്നെ 7ാമത്തെ പ്രാവശ്യം തട്ടിപ്പ്, 11ാമത്തെ പ്രാവശ്യം തട്ടിപ്പ് വന്നു. റാൻഡമായിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ തട്ടാനുള്ള ടെൻഡൻസി കൂടുമോ കുറയോ? കൂടും. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് വീണ്ടും പോയി തട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കുക കുറയുമെന്നാണ്, പക്ഷെ കൂടും. ഇതേ ഫിലോസഫിയാണ് ഫേസ്ബുക്കിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാനൊരു പോസ്റ്റ് ഇട്ടു, ആദ്യത്തെ ഇഷ്ട പോസ്റ്റിന് എല്ലാവരും ലൈക്ക് ചെയ്തു, കുറേ ആൾക്കാർ ഷെയർ ചെയ്തു. കൊള്ളാം, അടിപൊളി പോസ്റ്റ്, നിങ്ങളെ എഴുത്ത് കണ്ടേക്കും ജീവിക്കാൻ തോന്നുന്നു എന്നൊക്കെ വൻ കമൻറ്റുകൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നി. നാളെ വീണ്ടും പോയിട്ടൊരു പോസ്റ്റ് ഇടും, ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കില്ല, ആകെ നിരാശയാവും. പക്ഷെ നമുക്ക് വീണ്ടും പോസ്റ്റ് ഇടാൻ തോന്നും, നാളെ ഇടുന്ന പോസ്റ്റിന് എങ്ങാനും ലൈക്ക് കിട്ടിയാലോ എന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ വീണ്ടും ഈ അറ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റവൻ്റെ പോസ്റ്റിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് നമ്മളെ പോസ്റ്റിൽ കമൻറ്റ് ചെയ്യുമല്ലോ. നമ്മൾ ആൾക്കാരുടെ അറ്റൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാനും വാങ്ങിക്കാനും വേണ്ടി നടക്കുന്ന ശ്രമങ്ങളാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ അകത്താണ് നമ്മൾ പെട്ട് കിടക്കുന്നത്. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് അവന് വേണ്ടി അടിമപ്പണി എടുക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനകത്ത് നിന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും. ഞാൻ ഫേസ്ബുക്കിലുണ്ട്, ഫേസ്ബുക്കിൽ ഇല്ലെന്നല്ല, ഫേസ്ബുക്കിലുണ്ട്.
പക്ഷേ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് വേണ്ടത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. വേണ്ടത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നവന് മാത്രമേ അവിടെ ഗുണമുള്ളൂ. അല്ലാതെ അവർ പറഞ്ഞിരിക്കുന്ന സ്ക്രീൻ പ്ലേയിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കാം, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. കാരണം ഇപ്പോൾ ക്രിയേറ്റേഴ്സ് കുറഞ്ഞു വരികയാണ്. ആളുകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നില്ല. എത്ര പോസ്റ്റ് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്കിൽ, ഇപ്പോൾ പോസ്റ്റിംഗ് സീറോ എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയുണ്ട്. ഇപ്പോൾ 5 മണിക്ക് നമ്മളൊരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ കാണാം. നമ്മൾ ചെറിയ ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ നിന്ന് പോകുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റിംഗ് കുറഞ്ഞു വരികയാണ്. ഫേസ്ബുക്കിൻ്റെ അവസാനമായോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തന്തവൈബുള്ള ഞങ്ങളെ കുറച്ച് ആൾക്കാർ മാത്രമേ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നത്? അത് ഫേസ്ബുക്കിൽ തന്നെ മലയാളം ഫേസ്ബുക്കിൻ്റെ സ്വഭാവം വേറെയാണ്, ഇംഗ്ലീഷ് ഫേസ്ബുക്കിൻ്റെ സ്വഭാവം വേറെയാണ്. അപ്പം ഫേസ്ബുക്കിൽ തന്നെ സബ് ലാംഗ്വേജ് കൾച്ചേഴ്സ് അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ പോലും അതിൻ്റെ അവസാനമാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആലോചിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ സക്കർബർഗ് ഫേസ്ബുക്ക് ഉണ്ടാക്കി അത് അത്യാവശ്യം നല്ല പീക്കിലെത്തിയ സമയത്തുനിന്ന് ഇടിയാൻ തുടങ്ങിയൊരു സമയമുണ്ട്. അത് ഇൻസ്റ്റാഗ്രാം 2012 ഇൻസ്റ്റാഗ്രാം വരുന്ന സമയം. ഇൻസ്റ്റാഗ്രാം 2012 വരുമ്പം സക്കർബർഗിന് മനസ്സിലായി എൻ്റെ മരണമണിയാണ് ഈ മുഴങ്ങുന്നതെന്ന്. അയാൾ നൈസായിട്ട് പോയാൽ ചെയ്ത കാര്യം, നല്ല പൈസ ഉണ്ടാക്കി അയാളപ്പോഴേക്കും. ഇയാൾ പോയിട്ട് ചുളുവിലയ്ക്ക് $1 ബില്യൺ ഇൻസ്റ്റാഗ്രാമിനെ അങ്ങ് വാങ്ങിച്ചു. അന്ന് ഇൻസ്റ്റാഗ്രാം വിജയിച്ചിട്ടില്ല, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടേ ഉള്ളൂ, നഷ്ടത്തിലാണ്. പക്ഷേ ഇയാൾ വാങ്ങിച്ചിട്ട് ഇയാളുടെ കംപ്ലീറ്റ് സാങ്കേതികവിദ്യ ടീമിനെല്ലാം കൊണ്ട് ഇറക്കി അതിനെ അങ്ങ് പുഷ്ടിപ്പിച്ച് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന വേറൊരു വെർട്ടിക്കൽ അയാളുടെ തന്നെയാണ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മെസ്സേജിങ് ആപ്പ്. ഇൻസ്റ്റയിലൊന്നും ഇപ്പോൾ ഇൻസ്റ്റയിൽ ആരും മെസ്സേജ് അയക്കുന്നില്ല, ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്നത് കുറഞ്ഞു എന്ന് മനസ്സിലായപ്പം ഇയാൾ പോയിട്ട് അന്ന് $19 ബില്യൺ 2014 വാട്സപ്പിനെ വാങ്ങിച്ചു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇത് മൂന്നും ഒരാളുടെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക എനിക്ക് ഫേസ്ബുക്ക് ഇഷ്ടമല്ല, ഞാൻ ഇൻസ്റ്റയിലോട്ട് പോകുന്നു. അവനെന്ത് നഷ്ടം? അവൻ്റെ ഇതിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നൊരു പോസ്റ്റിനുള്ള മറുപടി ആയിട്ടായിരിക്കും, അല്ല ഇതിൻ്റെ റിഫ്ലക്ഷനായിട്ടായിരിക്കും ഫേസ്ബുക്കിൽ എനിക്ക് വരുന്ന പരസ്യം. ഇതൊരു യൂണിവേഴ്സാണ്, മെറ്റാവേഴ്സ് എന്നവർ പറയുന്ന സംഗതി. അയാൾ പിന്നെ പോയിട്ട് ട്വിറ്ററിന് ഇത് കൂടുന്നുണ്ടപ്പോൾ അയാൾ ത്രെഡ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയെടുത്താണ്. അവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ ടീം തന്നെയാണ് ത്രെഡ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറയുന്നത്, പണ്ടാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ, ഒരു പ്ലാറ്റ്ഫോം നിലനിൽക്കുന്ന കാലത്ത്, ഇന്ന് ആളുകൾ മാറുന്നതിനനുസരിച്ച് ഈ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ യൂണിവേഴ്സിൻ്റെ അകത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ കഥയറിയാതെ ആട്ടം കാണുന്നവരാകരുത്. എന്താണ് കഥ നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള കഥകൾ പറയാനും നമുക്കതിന് പൈസ ഉണ്ടാക്കാനും ഒക്കെയുള്ള വഴികൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നടക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ഡീപ്പർ സെൻസ്. ഇപ്പം തന്നെ നടക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ലാസ്റ്റ് പോയിൻ്റായിട്ട് അതുകൂടെ പറയാം. അതായത്, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, മനുഷ്യനിർമ്മിത കണ്ടൻറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും. നമ്മളിപ്പോൾ കാണുന്ന പലതും, ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിനിടയ്ക്ക് ഒരു ചെറിയ കുട്ടി വീടിൻ്റെ കോലായിലേക്ക് ഇറങ്ങുന്നു, ഒരു പുലി അവിടുന്ന് കടിക്കാൻ വരുന്നു, ഒരു പൂച്ച വന്ന് ചാടിയിട്ട് അതിൽ ഓടിക്കുന്നു. ഈ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. ഇത് AI വീഡിയോ ആണ്. അതുപോലെ ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നത്, കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്നത്, അത് AI ആണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ AI കണ്ടൻറ്റിനെ ബെസ്റ്റ് ആക്കാനുള്ള, അതിനെ കാലിബ്രേറ്റ് ചെയ്യാനുള്ള ഡാറ്റ നമ്മുടെ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അതിനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളൊന്നും ഉണ്ടാക്കണേ പൈസ കൊടുക്കണം, ക്രിയേറ്റേഴ്സിന് പൈസ കൊടുക്കണം. ഇത് കുറേ കഴിയുമ്പോഴേക്കും ചാറ്റ് ബോട്ട്സ് ഇതെല്ലാം ഉണ്ടാക്കും. നമ്മളിരുന്ന് കണ്ടുകൊടുത്താൽ മാത്രം മതി, രാവിലെ മുതൽ വൈകുന്നേരം വരെ തോണ്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ എക്കോണമി എത്ര കാലം നിലനിൽക്കുമെന്നുള്ളത് നമുക്കതിനെക്കുറിച്ചുള്ള ധാരണയെ ആശ്രയിച്ചിരിക്കും. നമ്മളതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കുക, നമ്മുടെ ഗുണത്തിന് വേണ്ടി അതിനെ യൂസ് ചെയ്യാൻ പറ്റുക. അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നമുക്ക് ഉണ്ടാക്കാമെങ്കിൽ, ഒരു ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ. അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും അറിയാതെ, കഥയറിയാതെ ആട്ടം കാണുന്നവരായിട്ട് നമ്മൾ മാറാതിരിക്കാൻ ഒരു ശ്രദ്ധ നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മുടെ സമയം പോകും, നമ്മുടെ എനർജി പോകും. അപ്പം ഇവിടെ സംഭവിക്കുന്നൊരു പ്രധാന പ്രശ്നം, അപ്പം എത്ര പേര് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുന്നവർ കൃത്യമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചില ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി ആംസ്റ്റർഡാമിൽ ജീവിക്കുന്നു. അവൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, അത്യാധുനികമായിട്ടുള്ള മെഷീനുകളാണ് വീട്ടിലെല്ലാം. അതൊക്കെ പോയിട്ട് രാവിലെ ബ്രഷ്, ഇലക്ട്രിക് ബ്രഷ്, ഇവിടെ പ്രസ് ചെയ്ത ഇറങ്ങി വരുന്ന പേസ്റ്റ്, മറ്റേ എന്താ പറയുക, കുളിമുറിയിൽ ജാക്കൂസി, അങ്ങനെ എല്ലാം 5 സ്റ്റാർസാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നും, പോയി തൂങ്ങിച്ചെത്താൻ മതിയായിരുന്നു, ഞാനൊക്കെ എവിടെ ജീവിക്കണമെന്ന് തോന്നും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അവർ വിടുന്ന സാധനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ എഡിറ്റഡ് ഹൈലൈറ്റ്സ് മാത്രമാണ്. നമ്മൾ വിചാരിക്കും അവരുടെ ഫുൾ ജീവിതം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടേ ഓരോന്നിനെയും കാണാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പോയിട്ട് വളരെ നിരാശ സംഭവിക്കും, നമ്മൾ പോയിട്ട് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പലതും നിൽക്കും. അപ്പോൾ ഈ കഥകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. ഡിജിറ്റൽ ഏജിൽ പറയുന്ന കഥകളാണ്. ഇതിനൊക്കെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ പ്രൊഡക്ഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ കാര്യം പറയും.
പണ്ടൊക്കെ എനിക്ക് കുട്ടിക്കാലത്ത് കേക്ക് കാണുമ്പോൾ, പേസ്ട്രി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന എൻ്റെ ക്രോസ് സെക്ഷനിൽ കാണുന്നൊരു ഭയങ്കര മാജിക്കൽ ദൃശ്യമാണ്. പക്ഷെ ഞാനൊരു ദിവസം യൂട്യൂബിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു. അപ്പോൾ ആദ്യം ഒരു ലെയർ ബ്രൗൺ കളറിൽ സാധനം കൊണ്ടുവച്ചു, പിന്നെ കുറേ ക്രീം തേച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സാധനം കൊണ്ടുവച്ചു, കുറേ ക്രീം തേച്ചു, ഒക്കെ വേറെ വേറെ കളർ. എന്നിട്ട് അവസാനം മുറിക്കുമ്പോഴാണ് അവസാനം ഈ സാധനം ഉണ്ടാകും. അതോടെ അത് തിന്നാനുള്ള ആഗ്രഹം തീർന്നു കിട്ടി. ഞാൻ പറയുന്നത് ഈ സംഗതികളുടെ സ്പെക്ടക്കിൾ പലപ്പോഴും അതിൻ്റെ പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലായാൽ തീരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താവാവണോ, അതോ നിങ്ങൾ അതിൽ പ്രൊഡ്യൂസർ ആകണോ, അതിൻ്റെ ബെനിഫിറ്റ് റീപ്പ് ചെയ്യുന്ന ആളാവണോ, അതോ വെറുതെ ഇവർക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്ന ആളാവണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒന്നാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ധാരണയോടെ ഇതിനെ സമീപിച്ചാൽ പറ്റും. അതിന് നമുക്ക് ഓരോരുത്തർക്കും കഥ പറയാൻ പഠിക്കണം, കഥകൾ അറിയണം. കഥ പറച്ചിൽ ഒരു കാലത്ത് അവസാനമില്ല. അപ്പോൾ നമ്മളെല്ലാവരും പുതിയ കാലത്ത് പുതിയ കഥകൾ പറഞ്ഞുകൊണ്ട് ഇനിയും ഫേസ്ബുക്കുള്ള മാധ്യമങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടാവട്ടെ. നമ്മളുള്ളിടത്തോളം കാലം ഈ യൂണിവേഴ്സ് ഉണ്ടാവും. ഫേസ്ബുക്ക് ഉണ്ടാവുമോ നമുക്കറിയില്ല, പക്ഷേ മെറ്റ അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിൻ്റേതായിട്ടുള്ള യൂണിവേഴ്സ് ഉണ്ടല്ലോ, അത് ഉണ്ടാവും എല്ലാ കാലത്തും. അതിൽ കഥകൾ ഇനിയും ഉണ്ടാവും. നമുക്കതിൻ്റെ ഭാഗമാണോ വേണ്ടയോ എന്നുള്ളത് നമ്മളെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ചോയ്സാണ്. അത് ഇൻ്റലിജൻ്റ് ആയിരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. സർ, ആക്ച്വലി ഇതൊരു ഫാൻ മൊമെൻ്റ് ആണ്. സാറിൻ്റെ വലിയൊരു ഫാനാണ് സീരിയസ്ലി. അപ്പം 2023 ഞാൻ ആദ്യമായിട്ട് വല്ലാത്തൊരു കഥ കാണുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ. ഇന്ന് വരെ മാർക്ക് സുക്കർബർഗിൻ്റെ വീഡിയോയിൽ വരെ ഒട്ടും മിസ് ചെയ്തിട്ടില്ല. സോ മിക്കപ്പോഴും സാറിൻ്റെ വീഡിയോസ് ഒരു 40 to 50 minutes. പിന്നെ എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തുവും കാശ്മീരൊക്കെയാണ് 1 hour മേളിൽ പോയിട്ട്, ബാക്കി എല്ലാത്തിനും 40 to 50 minutes ആണ്. ഈ 40 to 50 minutes നമുക്ക് എപ്പോഴും സ്റ്റോറി പറയുന്നതിന് ഒരു കഥ, ഒരു സോഴ്സ് എപ്പോഴും ആവശ്യമാണ്. എത്ര ദിവസം റിസർച്ചിന് സ്പെൻഡ് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സസ്, ബുക്സ് ആണെങ്കിലും എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അതിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? പലരും കഴിഞ്ഞ ദിവസം കൂടി എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളൂ, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു കഥ പോരാ, 2 കഥ വേണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഇത് ചെയ്യാനുള്ള പാട് അറിയാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്. അപ്പോൾ ഇതിന് പിന്നിലൊരു പ്രോസസ്സുണ്ട്. നമുക്കൊരിക്കലും ഇപ്പോൾ പലരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു 10 പുസ്തകം ലിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരാഴ്ച സമയത്തിനകത്ത് ഇത് വായിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ഓവർലാപ്പ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷമായി, 5.5 വർഷത്തിലധികമായി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഏതൊക്കെ എങ്ങനെയൊക്കെ ചെയ്താൽ നടക്കും, നടക്കില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു വിഷയം അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് അതിലെ തൽപര കക്ഷികളായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഈ പ്രോസസ്സ് എന്തുകൊണ്ടാണ് മറ്റൊരു വല്ലാത്ത കഥ വേറൊരു ചാനലില്ലാത്തതെന്ന് നിങ്ങളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സ് ഒട്ടും എന്താ പറയുക, എളുപ്പമല്ല അനുകരിക്കുക എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അതിലെ തൽപര കക്ഷികളെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഞാൻ കണ്ടെത്തും. എന്നിട്ട് അവരോട് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് താല്പര്യമുണ്ടോ, നമുക്ക് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് അവരൊക്കെ വിളിക്കും. എന്നിട്ട് എക്സ്പേർട്ടുകളായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, അവരായിട്ടൊക്കെ സംസാരിക്കും. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ സഹകരിക്കാൻ തയ്യാറുള്ള ആളുകളൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അവരൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഗൂഗിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ തുടങ്ങും. അതിൽ പല ടാബുകളായിട്ട് റിസർച്ച് മെറ്റീരിയലുകളൊക്കെ കളക്ട് ചെയ്യും. ഏതൊക്കെ പുസ്തകങ്ങളുണ്ട്, ഏതൊക്കെ ലൈബ്രറികളാണ് അവൈലബിൾ, ആരുടെ കയ്യിൽ പേഴ്സണലായിട്ട് അവൈലബിൾ ആണോ, ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഒരു 2-3 റിസർച്ച് അസോസിയേറ്റുകളെ നമ്മൾ കണ്ടെത്തും. എന്നിട്ട് ഒരാൾ ഈ പുസ്തകം വായിച്ചുകൊണ്ട് വരും, അടുത്തുള്ള മറ്റേ പുസ്തകം വായിക്കും. എന്നിട്ട് നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യും, ഇത് ഇന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ ദിവസം സംഭവിച്ച അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഒരു വിഷയമായിട്ടുള്ള ഇപ്പം USA വെനസ്വേല വിഷയം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ ആലോചിച്ച് എന്താ ചെയ്യുക, വെനസ്വേല എല്ലാവരും സംസാരിക്കുന്നത്, നമുക്ക് ചെയ്താലോ? അപ്പോൾ പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും ഇത് വിഷയം നടത്തുപോയാൽ എന്ത് ചെയ്യും, അത് തീർന്നു പോയാൽ എന്ത് ചെയ്യും? ഡെയിലി പുതിയ സംഭവങ്ങൾ അയാൾ പറയുന്നുണ്ട്. ഇന്നലെ പറഞ്ഞു മറ്റേ വെനസ്വേല ആക്രമിച്ചും, അടുത്ത ദിവസം ഗ്രീൻലാൻഡ് പിടിക്കുമെന്ന് പറയുന്നു, നാളെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് കുറേ കൂടെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ വിഷയത്തിന് ചൂട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ട വിഷയം പിന്നെ ആൾക്കാർ കണ്ടോളുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നത്, വിഷയം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്നത് ഷെൽഫ് ലൈഫ് ഉണ്ടാവുമോ എന്നുള്ളതാണ്, ആളുകൾ പിന്നെയും കാണുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പം അമേരിക്കയ്ക്കൊരു ഹിസ്റ്ററി ഉണ്ട്, ബീങ് എ ബുള്ളി, ബീങ് എ സ്ട്രീറ്റ് ഒരു റോഗ് സ്റ്റാറ്റസ് ഉണ്ട്. അത് പക്ഷേ ചില റോഗ്സ് നല്ല ഗുണ്ടാന്നൊക്കെ പറഞ്ഞാൽ ഇവൻ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാവർക്കും കൊള്ളാം, വേറെ വഴിയൊന്നുമില്ല, ഇവൻ ചെയ്യുന്നതാണ് ശരിയും തോന്നിപ്പിക്കുന്ന പോലെയാണ് അമേരിക്ക ചെയ്യുന്നത്. ബാക്കി ഏതെങ്കിലും രാജ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സാങ്ഷൻസ് മറ്റത് മറിച്ചൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കോ സിസ്റ്റം അമേരിക്ക ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ്, ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? അപ്പം അത് മൺറോ ഡോക്ട്രൈൻ തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ വളർത്തിയെടുത്ത് 2 വേൾഡ് വാറുകൾ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോൾഡ് വാർ, ഈ കോണ്ടക്സ്ച്വൽ ഇൻഫർമേഷൻ ഏതൊക്കെയാണ് വേണ്ടതെന്നൊരു സ്കെലിറ്റൺ ആദ്യം ഉണ്ടാകും. അതിനുശേഷം ഈ സ്കെലിറ്റനിലെ സബ് ഹെഡിങ്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റായാലും ഉണ്ടാക്കിയിട്ട് അത് എല്ലാവർക്കും കാണാം. ഈ ഗൂഗിൾ ഡോക്യുമെൻറ്റിൻ്റെ ഗുണം വെച്ചാൽ എല്ലാവർക്കും ഒരേ സമയത്ത് കാണാം, ആരൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നതൊക്കെ. അത് മെല്ലെ നമ്മൾ 2 ആഴ്ച സമയം കൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ 2 ആഴ്ചയ്ക്ക് ശേഷം പോകാനുള്ള ടോപ്പിക്കായിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്.
അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ആഴ്ച പോകാനുള്ളത് ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോയാലേ ഇത് തീരുള്ളൂ, അല്ലെങ്കിൽ തീരില്ല. പിന്നെ ചില സമയത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പം അടിയന്തരമായിട്ടൊക്കെ ചില വിഷയം, ഇപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടു, ഇന്ന് ചെയ്താൽ നന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ അതിൽ പക്ഷേ അധികം റിസർച്ച് വേണ്ടി വരാത്ത വിഷയങ്ങളായിരിക്കും. ഈ വിഷയത്തിന് ആവശ്യമില്ല, റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ റിസർച്ച് പ്രോസസ്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ നാളെ ഒരു മിസ്റ്റേക്ക് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ തീരാവുന്ന ക്രെഡിബിലിറ്റിയേ ഉള്ളൂ നമ്മുടെ. ഞാൻ 270 എപ്പിസോഡിലധികം ചെയ്തതാണ്. ഇതുവരെയും അങ്ങനെ ഒരു സ്ട്രക്ചറൽ മിസ്റ്റേക്കൊന്നും വന്നിട്ടില്ല. ചെറിയ മിസ്റ്റേക്ക്, ഡീറ്റെയിൽസിലൊക്കെ ചെറിയ മിസ്റ്റേക്സൊക്കെ വരാം. അതിപ്പോൾ എന്ത് ചെയ്താലും എങ്ങനെ മെനക്കെട്ട് ചെയ്താലും വരാം. പക്ഷേ ഫണ്ടമെൻ്റൽ മിസ്റ്റേക്സ് വരാതിരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇത്രയും കാലമായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ്ബാക്ക്സ് നോക്കും. കമൻറ്റുകളിൽ ചിലപ്പോൾ ഇത്രയും വലിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തിരുത്തും. യൂട്യൂബിൽ നമുക്കിപ്പോൾ ചെറിയ തോതിലൊക്കെ സ്നിപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കും, അല്ലെങ്കിൽ നമ്മൾ കമൻ്റായിട്ട് ഇടും അതിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം നമ്മൾ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് നടത്താറുണ്ട്. അല്ലെങ്കിൽ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. സാർ, ഞാൻ ബേസിക്കലി സാറിൻ്റെ വലിയൊരു ഫാനാണ്. ഞാൻ എൻ്റെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയം തൊട്ടാണ് സാറിൻ്റെ വല്ലാത്തൊരു കഥ കണ്ടു തുടങ്ങിയത്. സാറിൻ്റെ കോളേജിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് സാറിനെ അറിയത്തില്ല, വല്ലാത്തൊരു കഥ എന്തുവാണെന്ന് ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ പിന്നെയാണിത് കണ്ടു തുടങ്ങിയത്. അപ്പോൾ കണ്ടു വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് അടിയന്തരാവസ്ഥയുടെ എപ്പിസോഡാണ്. പിന്നെ കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ സാറിന് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഒരു പ്രത്യേക അഭിനിവേശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലതും ഇതുവരെ കേൾക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. സാർ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളത് എടുത്ത് ചെയ്യുന്നത്? അത് എൻ്റെ അഭിനിവേശമല്ല, കാണുന്ന ആൾക്കാരുടെ അഭിനിവേശമാണ്. ഞാൻ സാധാരണഗതിക്ക് എനിക്ക് ഇഷ്ടം പല വെറൈറ്റിയുള്ള സാധനങ്ങൾ ചെയ്യാനാണ്. ഇപ്പം ഞാനിപ്പോൾ സ്നേഹത്തെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യാം എന്ന് പോലും ചിലപ്പോൾ ആൾക്കാർ ആലോചിക്കില്ല. അത് അത്രമാത്രം ഓടണമൊന്നുമില്ല. അതേസമയത്ത് ഞാനൊരു സീരിയൽ കില്ലറുടെ എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂട്ടിൽ വന്ന് പ്രളയമായിരിക്കും ആൾക്കാർ. എപ്പിസോഡ് ഇഷ്ടംപോലെ ആൾക്കാർ കാണുകയും ചെയ്യും. പക്ഷെ എന്ന് വെച്ചാൽ എനിക്ക് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു ജനപ്രീതി വേഴ്സസ് ഡെപ്ത് ഓഫ് ദ ഇഷ്യൂ മാനേജ് ചെയ്തുകൊണ്ട് പോകാറുണ്ട്. ഞാനിപ്പോൾ ഒരു 5-6 വിഷയത്തിൽ വേറെ ചെയ്തിട്ട് ഇടയ്ക്കൊരു സീരിയൽ കില്ലർ, ഇടയ്ക്കൊരു മിസ്റ്ററി. ഈ മിസ്റ്ററി മാത്രം കണ്ണിൽ പെടുന്നത് താങ്കൾ മിസ്റ്ററി അന്വേഷിച്ച് പോകുന്നതുകൊണ്ടാണ്, ഞാൻ ചെയ്യുന്നതുകൊണ്ടല്ല. ഈ ഏഷ്യാനെറ്റ് ന്യൂസിൽ വല്ലാത്തൊരു കഥ ഉണ്ടായിരുന്ന സമയത്തും അവിടെ കൂടുതലും ഈ കൊലവഴികൾ, മൊസാദ്, അടിയന്തരാവസ്ഥ അങ്ങനെയുള്ള സബ്ജക്ട്സാണ് കൂടുതലുണ്ടായിരുന്നത്. ഇപ്പം സ്വതന്ത്രമായിട്ടുള്ള ചാനൽ തുടങ്ങിയ സമയത്ത് ഭക്ഷണം, സ്നേഹം അങ്ങനെ കുറേ സാധനങ്ങൾ ആഡ് ഓൺ ആവാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു ഷിഫ്റ്റ് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന പോലെ ആൾക്കാരുടെ താല്പര്യം കാരണമാണോ അതോ സ്വന്തമായിട്ടൊരു? അല്ല, സ്വതന്ത്രമായതിനു ശേഷം നമുക്ക് കുറച്ച് സമയം കിട്ടിയെന്നുള്ള. ഏഷ്യാൻ ന്യൂസിൽ ഞാനിരുന്ന കാലത്ത് ഞാൻ ഇൻ്റർനാഷണൽ ഡെസ്കിലിരുന്ന് ഡെസ്കിലെ പണിയും ചെയ്ത് ബാക്കി എല്ലാ സമയവും ഫുൾ ടൈം അവിടെ വേറെ ജോലിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ പരിപാടി ഒപ്പിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം. അവിടെ ഞാൻ 220 എപ്പിസോഡ് ചെയ്തത് വേറെ ജോലി ചെയ്തുകൊണ്ടാണ്. പകൽ ഡേ ജോബ്, ഐ ഹാഡ് അനദർ ഡേ ജോബ്. അത് ചെയ്ത് ശേഷമുള്ള സമയം കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഫുൾ ടൈം നമുക്കിത് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന 2-3-4 ചെറുപ്പക്കാരെൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ പകലിരുന്ന് ആലോചിക്കും, ഇത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ രസകരമായിട്ടുള്ള ആശയങ്ങൾ വരും. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള എപ്പിസോഡ് അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെ എന്താ ഭക്ഷണം കഴിച്ചത്? ഇഡ്ഡലി, ദോശ, പുട്ട് അല്ലേ? അപ്പോൾ ഒരു 10,000 വർഷത്തിന് മുമ്പുള്ള ആൾ ഗുഹയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് എന്ത് ഭക്ഷണമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചാൽ എന്തൊക്കെ വിഷം തിന്നിട്ടായിരിക്കും മനുഷ്യനൊരു ഭക്ഷണ വസ്തുവിലേക്ക് എത്തിയിട്ടുണ്ടാവുക അല്ലേ? ചോറിൽ അല്ലെങ്കിൽ കറിയിൽ ഉപ്പിടാം എന്ന് പഠിച്ചത് എത്ര കാലത്തിന് ശേഷമായിരിക്കും? എന്തൊക്കെ കൊണ്ട് ഇട്ടിട്ടായിരിക്കും? എത്ര മണ്ണും മറ്റേ എന്തൊക്കെ വാരിയിട്ടിട്ട് ആൾക്കാർ എത്ര ചത്തിട്ടായിരിക്കും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഒരു ആലോചന വന്നപ്പോഴാണ് ഈ ഭക്ഷണം മനുഷ്യൻ എങ്ങനെയാണ് എഡിബിളായിട്ടുള്ള സംഗതികൾ കണ്ടുപിടിച്ചത് എന്നതിൻ്റെ ചരിത്രം നമുക്ക് എടുക്കാമെന്നാണ്. അതുപോലെ എടുത്തതാണ് സ്നേഹത്തിൻ്റെ വിഷയം. മനുഷ്യൻ എങ്ങനെയാണ് സ്നേഹിക്കാൻ പഠിച്ചത്? ചുമ്മാ ഇരുന്ന് 2 മനുഷ്യർക്ക് സ്നേഹിക്കണം തോന്നിയതാണോ? അല്ല, അങ്ങനെ ചുമ്മാ ഉണ്ടാവില്ല. അത് പരിണാമത്തിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു, നമ്മുടെ സർവൈവലിന് അത് ആവശ്യമായിരുന്നു. അതിൻ്റെ ഒരു അന്വേഷണമാണ് സ്നേഹത്തെക്കുറിച്ചുള്ള എപ്പിസോഡ്. മനുഷ്യൻ എങ്ങനെയാണ് സ്നേഹിക്കാൻ പഠിച്ചത്? ഇനി അങ്ങനെ കുറേ ഉണ്ട്. ലാംഗ്വേജ് എങ്ങനെ വന്നു, നമ്മൾ മതം എങ്ങനെ കണ്ടുപിടിച്ചു, അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോന്നായിട്ട് വഴിയിൽ. ഇതൊക്കെയും ചെയ്യുമ്പോഴും ഞാനിത് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭക്ഷണത്തിന് എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. വായിച്ച് നമ്മൾ ഓരോന്നായി ചെയ്ത് വരുമ്പോൾ നമ്മൾ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് അതിൽ യഥാർത്ഥ കഥാർസിസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ നേട്ടമല്ല, അത് വളരെ കുറച്ചേ ഉള്ളൂ, നമ്മൾ ജീവിച്ചു പോകാനുള്ള പൈസ എന്നുള്ളതേ ഉള്ളൂ. ഈ ഉണ്ടാക്കുന്ന വിവരങ്ങളും അതുപോലെ അറിവുകളും നിങ്ങൾ കുറേ ആൾക്കാരുടെ സ്നേഹവുമാണ് ഇതിന് യഥാർത്ഥ എനിക്കുള്ള റിവാർഡ് എന്ന് പറയുന്നത്. സാർ, ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാർ ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇതിൻ്റെ ചെറുതായിട്ട് പറഞ്ഞു. അതായത് നമ്മൾ ഓരോ വീഡിയോസും പണ്ടൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ആകാശവാണിയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കേട്ടത് പിന്നെ കേൾക്കാനൊരു അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും നമുക്ക് വീണ്ടും സെർച്ച് ചെയ്താൽ വീഡിയോസ് കാണാം.
പക്ഷെ ഓരോ കഥകളും പറയുന്നതിന് യഥാർത്ഥത്തിലൊരു സമയമുണ്ടോ? ആൾക്കാരത് കേൾക്കുന്നതിനും ആൾക്കാരതിന് ഇൻസ്പയർ ആകുന്നതിനും അതിനൊരു ലൈഫ് നൽകുന്നതിനും സമയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? കഥ പറയലിൻ്റെ ഒരു സമയം കൊടുക്കുന്ന സമയമാണോ അതോ എന്താ ഉദ്ദേശം? അല്ല, ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്, അതായത് സാറിന് എപ്പോഴെങ്കിലും ഇത് നേരത്തെ സംസാരിച്ചിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇപ്പോഴല്ല ചെയ്തിരിക്കേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും? ഫേസ്ബുക്ക് അല്ല യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിൽ സമയത്തിന് ഒരുപാട് പ്രസക്തി ഇല്ല സത്യം പറയുകയാണെങ്കിൽ. നമ്മൾ അത് വേറൊരു ഫ്ലോ ആണ്. നമ്മളിപ്പം ഞാൻ യൂട്യൂബ് നോക്കുന്ന സമയവും മറ്റൊരാൾ യൂട്യൂബ് നോക്കുന്ന സമയവും ഒന്നായിക്കോളും നിർബന്ധമില്ല. അവിടെ അത് ഉണ്ടാകും. ഈ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എങ്ങനെയാണ് യൂട്യൂബിലൊരു വീഡിയോ കാണുന്നത് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളൊരു ഞാനിപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടാക്കി ഞാൻ അപ്ലോഡ് ചെയ്തു, എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തു. നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്തു, നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്തു. ഇതുപോലെ 1,900 പേര് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് പരസ്പരം ആളുകൾ കാണുന്നത്? ഇപ്പം അപ്ലോഡ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അവരിലേക്ക് ഈ അപ്ലോഡ് ചെയ്യുന്നവരുടെ എങ്ങനെയാണ് എത്തുന്നത്? ആരുടെ കാണിക്കണം എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അൽഗരിതമിക് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ ചെറിയ 2 കാര്യം മാത്രം പറയാം. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യൂട്യൂബിൻ്റെ പലയിടത്തായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യും, അതിൻ്റെ ലിങ്ക്. അതിൽ പ്രധാനപ്പെട്ട സാധനം ഒന്ന് ടൈറ്റിലാണ്, ഒന്ന് തമ്പ് ഇമേജാണ്. ഈ തമ്പ് ഇമേജ് കണ്ടാൽ ക്ലിക്ക് ചെയ്യാൻ തോന്നുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന കാര്യം. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവിടെ സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അകത്ത് വരെ ഞെട്ടും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനെ ചെയ്യരുത്. ചില ആൾക്കാരുണ്ട് വളരെ മോശമായിട്ടുള്ള ചില പടങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ ഭീകരമായ അവസ്ഥ, മറ്റു ആൾക്കാരെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി പലതിടും. പക്ഷേ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു, അതാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. ഈ 10 സ്ഥലത്ത് നിങ്ങൾ കണ്ടു, എത്ര സ്ഥലത്ത് നിങ്ങളത് ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അതാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. പക്ഷേ ക്ലിക്ക് ത്രൂ റേറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ പോകുന്ന ആൾ അതിൽ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നു. 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ കണ്ട് കയറി ഉടനെ നിങ്ങൾക്ക് അര മിനിറ്റിന് മനസ്സിലായി ഇത് കൊള്ളൂലാണ്, നിങ്ങൾ ഇറങ്ങിപ്പോയാൽ യൂട്യൂബിന് അത് വില കൽപ്പിക്കില്ല, യൂട്യൂബ് അതിനെ വില കൽപ്പിക്കില്ല. എന്നാൽ അത് നിങ്ങളൊരു 5 മിനിറ്റിലധികം കണ്ടു, അരമണിക്കൂർ വീഡിയോ ഒരു 15 മിനിറ്റിലധികം കണ്ടാൽ യൂട്യൂബിന് മനസ്സിലാവും ഇതിനെന്തോ കാര്യമുണ്ട്, ഇവന് ആൾക്കാർ ഇത്ര നേരം അതിനകത്ത് നിന്നല്ലോ. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ അതിൻ്റെ ചുറ്റിൽ കമൻ്റ് ഇടുന്നുണ്ടോ, നിങ്ങൾ അതിന് ലൈക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ യൂട്യൂബ് നോക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്തോ പ്രധാനപ്പെട്ട സാധനമാണ് യൂട്യൂബ് അപ്പോൾ യൂട്യൂബ് അതിനെ തള്ളും. ഈ തള്ളിയിട്ടാണ് നിങ്ങൾ അടുത്തോട്ട് വരുന്നത്. ആക്ച്വലി നിങ്ങളുടെ ഫീഡിൽ വരുന്നതാണ് പലപ്പോഴും നിങ്ങൾ കാണുന്നത്. ഈ ഫീഡിലോട്ടൊക്കെ ഇതിനെ എത്തിക്കുന്നത് ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഇതൊന്നുമല്ല. നിങ്ങളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലിരിക്കുന്ന ഒരാൾ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബിലോട്ട് വന്നിട്ട് അയാൾ എത്ര നേരം അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് യൂട്യൂബ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത്. ഈ നിങ്ങളുടെ വീഡിയോ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് ആൾ തിരിച്ച് വീട്ടിൽ പോകാണോ ചെയ്യുന്നത്, അതോ ഈ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കണ്ടോ, അതിന് കഴിഞ്ഞിട്ട് അടുത്ത 5 മിനിറ്റ് അടുത്ത വീഡിയോ കണ്ടോ, അങ്ങനെ കണ്ട് ഒരു ബിഞ്ച് വാച്ച് സെഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോസ് അവർ കൂടുതൽ പുഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോസിന് ഈ സ്വഭാവങ്ങളൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് നിലനിൽപ്പുണ്ടാകൂ എന്ന തിരിച്ചറിവോടെ വേണം യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കിയിടാൻ. അപ്പോൾ അത് കുറേ കാര്യങ്ങളുണ്ട്, ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ സമയം പ്രധാനമല്ല, പക്ഷേ വേറെ കുറേ ഫാക്ടേഴ്സാണ് പ്രധാനം ആൾക്കാരിത് കാണണമെങ്കിൽ. മോറലായിട്ടുള്ള കാര്യമാണ് ചോദിച്ചതെങ്കിൽ ഇറ്റ് ഈസ് നെവർ ലേറ്റ് ടു ടെൽ എ സ്റ്റോറി. ആ സമയം ഞാൻ ആലോചിക്കാറില്ല. ഗുഡ് ഈവനിങ്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു ഫോളോവർ ഫാൻ സപ്പോർട്ടറാണ്. ഇപ്പോൾ മലയാളത്തിലുള്ളതിൽ വെച്ച് സാറിൻ്റെ കണ്ടൻറ്റാണ് ഏറ്റവും ക്വാളിറ്റി എന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 2 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എന്ത് പറയുന്നു സോഷ്യൽ മീഡിയയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, പേഴ്സണലി ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം എടുക്കുമ്പോൾ, എസ്പെഷ്യലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് സാർ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറ്, ബട്ട് ഹൗ ഡു യു മാനേജ് യുവർ ഓൺ പേഴ്സണൽ ബൈസസ് ടുവേർഡ്സ് ഇറ്റ്? സെക്കൻഡ്ലി, ഈ ഒരു എൻറ്റയർ പ്രോസസ് ഓഫ് വല്ലാത്തൊരു കഥ, ഹൗ ഹാസ് ഇറ്റ് ചേഞ്ച്ഡ് യു ആസ് എ പേഴ്സൺ? എത്രമാത്രം ലേണിംഗ് അൺലേണിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്? താങ്ക് യു. വളരെ പ്രസക്ത, എൻ്റെ പേരെന്താ പറഞ്ഞത്? അപർണ. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് ആ നിർണയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ നിങ്ങൾ കഥ പറയാനുണ്ടാകുമോ എന്നത് പോലും അതിനെ ആശ്രയിച്ചിരിക്കും. ഇതിനെപ്പറ്റി പണ്ട് എം ഗോവിന്ദൻ എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ കൃത്യമായിട്ടൊരു വാചകം പറഞ്ഞിട്ടുണ്ട്: എഴുത്തോ നിൻ്റെ കഴുത്തോ, ഇതിലേറെ കൂർ ഏതിനോട്? എനിക്കേറെ കൂർ എൻ്റെ കഴുത്തിനോട് തന്നെയാണ്. ഞാൻ കഴുത്തും വെച്ച് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കിത് പറയാൻ പറ്റും. ഞാൻ മാസങ്ങളോളം ജയിലിൽ കിടക്കണമെന്നും എല്ലാ പ്രാവശ്യവും ജാമ്യം അന്വേഷിച്ച് സുപ്രീം കോടതി ചെല്ലുമ്പോൾ എനിക്ക് ജാമ്യം തരാതിരിക്കണമെന്നും ഒന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ലല്ലോ, എനിക്കും ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ആണ് പ്രഥമ കൺസിഡറേഷൻ. കാൽക്കുലേറ്റഡ് റിസ്കുകളാണ് എല്ലാം. വി ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്, വി ഗോ വിത്ത് ദ ഫ്ലോ ഓഫ് ദ സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ലീഗലി സ്റ്റാൻഡിങ് ആയിട്ടുള്ള, എന്നെ പിടിച്ച് ജയിലിലിടിക്കാത്ത കാര്യങ്ങൾ എന്താണോ അത് ഞാൻ പറയും.
2 മാനനഷ്ട കേസുകൾ എനിക്കെതിരെ വന്നിട്ടുണ്ട്. ഒന്ന് അംബാനിയുടെ വകയായിരുന്നു, ഒന്ന് നിത്യാനന്ദയുടെ വകയായിരുന്നു. രണ്ടും ഏറെക്കുറെ വിശദീകരണം കൊടുത്തപ്പോഴങ്ങ് സോൾവായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് കേസുകളൊക്കെ വരാം, പക്ഷേ ഞാൻ പരമാവധി ആരെയും അധിക്ഷേപിക്കാറില്ല, ആരെയും അപമാനിക്കാറില്ല. അതുകൊണ്ട് എനിക്കെതിരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചില വീഡിയോസിൻ്റെ വീട്ടിലൊക്കെ വന്ന് ഇവൻ്റെ കയ്യും കാലം തല്ലി പിടിക്കണം എന്നൊക്കെ പറയും, പക്ഷേ അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ, അത് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അതേ ആൾക്കാർ തന്നെ അവർക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യും. അതത്രേ ഉള്ളൂ, അത് അത്ര കണക്കാക്കിയാൽ മതി. പിന്നെ പരിപാടി നമ്മളെങ്ങനെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ കുറച്ചുകൂടി ധാരണയോടെ സമീപിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ഓരോ എപ്പിസോഡ് ചെയ്യുന്നതും ഓരോ അറിവുകളാണ്. ആ അറിവുകൾ നമ്മളെ മെച്ചപ്പെടുത്തുന്നുണ്ട്, നമ്മളെ മാറ്റുന്നുണ്ട്. മറ്റേ കാഫ്ക പറഞ്ഞ പോലെ ഓരോ യാത്രയും നമ്മളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റും. കാഫ്കാൻ്റെ റോളിൽ പറഞ്ഞ പോലെ നമ്മൾ പുതിയ പുതിയ വ്യക്തികളാണ്. ഓരോ കഥയ്ക്ക് ശേഷവും ഞാൻ പുതിയൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളെ കാണാനും പുതിയ ആളുകളെ കാണാനും നിങ്ങളോട് സംവദിക്കാനൊക്കെ പറ്റുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അപ്ഡേറ്റഡ് ആവും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മനുഷ്യനാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഹായ് സർ. സാർ പറഞ്ഞു ഇപ്പം ഓരോ വീഡിയോസ് സാറിനൊരു ലേണിംഗ് ആണ്. സാർ കരൺ ഥാപ്പർ സാറിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. സോ ഓഫ് ദ റെക്കോർഡ് സാറിന് എന്തായിരുന്നു ലേണിങ്സ് ഉണ്ടായിരുന്നത്? ചോദ്യം വ്യക്തമായില്ല. കരൺ ഥാപ്പർ സാറിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം സാറിൻ്റെ വ്യൂ പോയിന്റ് റിഗാർഡിങ് മെയിൻ സ്ട്രീം മീഡിയ എന്തായിരുന്നു? കരൺ ഥാപ്പർ ഇവിടെ വരുന്നത് ഒരു ഇൻ്റർനാഷണൽ മീഡിയ ഫെസ്റ്റ് കേരളത്തിൽ നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പുഴയിലൂടെ ഒരു മീനൊഴുകി വരുന്നു, ഞാൻ ചൂണ്ടയിട്ടു, അദ്ദേഹം കൊത്തി, ഞാൻ എടുത്തു. ഞാൻ ആലോചിച്ചത് അദ്ദേഹത്തെ പോലെ വളരെ പ്രസക്തനായിട്ടുള്ളൊരു ജേർണലിസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തില്ല എന്നേ ഞാൻ അന്വേഷിച്ചുള്ളൂ. ഞങ്ങളുടെ സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. ഞാനൊരു 10 വട്ടമെങ്കിലും ദില്ലിയിലോട്ട് ഇയാളെ കിട്ടണമല്ലോ, എനിക്ക് വേറെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഞാൻ ഇയാളുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് ഞാൻ വിളിച്ചു. എനിക്ക് ഇംഗ്ലീഷ് ഒരു പരിധി കൂടുതൽ അറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് അല്ല പ്രധാനം. മറ്റേ AK ഗോപാലൻ പറഞ്ഞ പോലെ മൈ ഇംഗ്ലീഷ് മേ ബി ബ്രോക്കൺ ബട്ട് ദ ഇഷ്യൂസ് ഐ റൈസ് ആർ നോട്ട് ബ്രോക്കൺ എന്ന് പറയുന്ന പോലെ ഞാൻ വിളിച്ചു, സംസാരിച്ചു. പക്ഷെ അദ്ദേഹം വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി എന്നോട് സംസാരിച്ചു. ഇങ്ങനെ പറഞ്ഞു, കൃത്യം 1/2 മണിക്കൂർ സമയം അനുവദിച്ചു. ഇയാൾ സമയത്തിന് വളരെ പക്കയാണ്. 1/2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ സമയം. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചത് കരൺ ഥാപ്പർ എങ്ങനെയാണോ അയാൾ ഗസ്റ്റുകളെ ഡീൽ ചെയ്തത് അങ്ങനെ തന്നെ ഞങ്ങളും കരൺ ഥാപ്പറിനെ ഡീൽ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പോയത്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു, അയാൾ ഉത്തരം പറഞ്ഞു. കുറേയൊക്കെ ഞാൻ ആ ഇൻ്റർവ്യൂ തുടങ്ങുന്നത് ഒന്നും മിണ്ടിയാൽ രാജ്യദ്രോഹത്തിനകത്തു പോകുന്ന കാലമാണെന്ന്, എന്നിട്ടും കരൺ ഥാപ്പർ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജയിലിൽ പോകാതിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചത്. പുള്ളി അതിനെ സമർത്ഥമായിട്ട് ഡക്കി. ഞാൻ ഉദ്ദേശിച്ചത് കരസേനാ മേധാവിയുടെ മകനായതുകൊണ്ടല്ലേ അങ്ങ് ജയിലിൽ പോകാത്തത് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പുള്ളി അതിനെ ഡക്ക് ചെയ്തു കൃത്യമായിട്ട്. അപ്പോൾ പുള്ളി ഒരു ചോദ്യത്തിനും പിടിയൊന്നുമില്ല. ഞാൻ കുറേ ചോദ്യങ്ങൾ ഒബ്നോക്ഷ്യസ് ആയിട്ട് തന്നെ അങ്ങോട്ട് ചോദിച്ചു, പുള്ളി സ്ഥിരമായിട്ട് ചോദിക്കുന്ന പോലെ തന്നെ. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അസാധ്യമായിട്ടൊന്നുമില്ല. കരൺ ഥാപ്പർ ആണെന്ന് വിചാരിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ ചോദിക്കാം, നമുക്കറിയാവുന്ന പക്ഷേ അയാൾ വളരെ കൃത്യമായിട്ട് മറുപടികളൊന്നും ആ എപ്പിസോഡ് 2 ലക്ഷത്തോളം ആളുകൾ കാണുകയും ചെയ്തു. അത്യാവശ്യം നല്ലപോലെ റീച്ച് കിട്ടിയ സാധനം. അപ്പോൾ നമ്മൾ സാധിക്കില്ല എന്ന് കരുതി അപകർഷതയോടെ മാറിയിരുന്നാൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഇംഗ്ലീഷ് നന്നായിട്ട് കരൺ ഥാപ്പർ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല. ഞാൻ പഠിച്ചിട്ട് അപ്പോഴേക്കും അയാൾ വഴിക്ക് പോകും. അപ്പോൾ നമ്മൾ അറിയാവുന്ന ഭാഷ കൊണ്ട്, നമ്മുടെ ഭാഷയല്ല നമ്മുടെ ആശയങ്ങളാണ് പ്രധാനം, നമ്മുടെ ചോദ്യങ്ങളാണ് പ്രധാനം, അത് ചോദിക്കുന്ന ഭാഷയല്ല. ചോദ്യങ്ങൾ പ്രസക്തമാണെങ്കിൽ അയാൾക്ക് ഉത്തരം പറയാൻ തോന്നും. ഹി ഗേവ് മീ പ്രോപ്പർ അറ്റൻഷൻ. എൻ്റെ ഇംഗ്ലീഷ് മതിയായിരുന്നു അതിന്. അപ്പോൾ നിങ്ങളും ഇതുപോലെ അസാധ്യമാണെന്നൊന്നും കരുതേണ്ട കാര്യമല്ല, എന്തും സാധ്യമാണ്. എനിക്ക് കരൺ ഥാപ്പറിന് ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്തും ചെയ്യാം. അതൊരു ധൈര്യം മാത്രം മതി. താങ്ക് യു സോ മച്ച് സർ. വല്ലാത്തൊരു കഥ എന്ന പരിപാടിയിലൂടെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ബാബു സാറിനോട് നമുക്ക് ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റി. നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ സാർ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ തന്നു. ഇപ്പോൾ സമയപരിമിതി മൂലമാണ് നമ്മളിപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ KLIBF-ൻ്റെ സ്നേഹ സമ്മാനം നൽകുന്നതിനായി റീന മാമിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി ബാബു രാമചന്ദ്രൻ സാറിനെയും ക്ഷണിക്കുന്നു.